സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 175 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം അടിയന്തരമായി തുക ലഭ്യമാക്കിയത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കുടിശ്ശിക സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേന്ദ്ര സർക്കാർ നാളുകളായി നൽകാത്ത സബ്സിഡി തുക അത് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ ചുമലിലേക്ക് തന്നെ വന്നു വീഴുകയാണ്. ഇപ്പോൾ 175 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ധനകാര്യമന്ത്രി വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട്? ഏതായാലും നെല്ലിന്റെ സബ്സിഡിയായി 175 കോടി രൂപ അനുവദിച്ചതായിട്ടാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില അത് സഹായ കുടിശ്ശിക അനുവദിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു അടിയന്തര ഇടപെടൽ എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ താങ്ങുവില സഹായത്തിൽ ഇതിനോടകം കുടിശ്ശികയായി നൽകാനുള്ളത് 900 കോടി രൂപയാണ്. നിരവധി തവണയാണ് സംസ്ഥാനം ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെയും അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും സർക്കാർ സഹായവുമായി രംഗത്തെത്തുന്നത്. 2017 മുതലുള്ള കുടിശ്ശിക തുകയാണ് കേന്ദ്രം നൽകാതെ സംസ്ഥാനത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തുന്നത്. പ്രത്യേകിച്ചും ഈ കേരളത്തിൽ PRS വായ്പാ പദ്ധതി കർഷകന് നെൽവില ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും കർഷകന് നൽകുന്ന ഉൽപാദന ബോണസിന്റെയും വായ്പാ പലിശയുടെയും ബാധ്യത അത് സംസ്ഥാന സർക്കാരാണ് തീർക്കുന്നത്. ഇതിലൂടെ നെല്ല് ഏറ്റെടുത്താൽ ഉടൻ തന്നെ കർഷകന് വില ലഭിക്കുന്നു എന്നുള്ളത് സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. വായ്പാ ബാധ്യത കർഷകന് ഏറ്റെടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു സംവിധാനമുള്ളത് കേരളത്തിൽ മാത്രമാണ്. സംസ്ഥാന സർക്കാർ ആ രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു രീതിയിലുള്ളൊരു സഹായം സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റു നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. ശരി ഷീജ.